ഇവിടെയായിട്ട് എനിക്കൊരു ബോ വെക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ ഇവിടെ ബോ എങ്ങനെ വെക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. സ്കൂളിലെയും കോളേജിലെ എല്ലായിടത്തും ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കുന്നത്. പക്ഷേ ക്രിസ്മസ് കാർഡ് ഫ്രണ്ട്സിന് മാത്രം കൊടുക്കാവൂന്നൊന്നും ഇല്ലല്ലോ, നമുക്ക് വീട്ടിലുള്ളവർക്കും കൊടുക്കാമല്ലോ. എന്തായാലും വെക്കേഷൻ ഒക്കെ ആയില്ലേ, അപ്പോൾ ഓരോ കാർഡൊക്കെ ഉണ്ടാക്കി അച്ഛനും അമ്മക്കും ചേച്ചിക്കും ചേട്ടനും എല്ലാവർക്കും കൊടുക്കുക, അവരും ഹാപ്പി ആവട്ടെ. അപ്പോൾ ഈ ഒരു കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഐവറി ഷീറ്റ് ആട്ടാ. എന്നിട്ട് ചെറുതായിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് സൈഡിലായിട്ട് ഇതേപോലെ കുത്തൊക്കെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കുത്തിട്ടൊട്ടിക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ പേപ്പർ പഞ്ചർ ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമം ഞാൻ ഓർത്തത്. ശരിക്കും കൊച്ചിലെ തൊട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച സാധനങ്ങൾ പറഞ്ഞാണ് ഈ പേപ്പർ പഞ്ചർ. സാധനത്തിന് വലിയ വിലയൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ 2026 വിഷ് ലിസ്റ്റിൽ എനിക്ക് പേപ്പർ പഞ്ചർ കൂടി വാങ്ങിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പറഞ്ഞ് ഞാൻ കാർഡ് ഉണ്ടാക്കണതിനെ പറ്റി പറയാതെ പേപ്പർ പഞ്ചറിനെ പറ്റി പറഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പോൾ ഇതേപോലെ നമ്മൾ തുളയിട്ട് കൊടുത്തിട്ട് ആ തുളയെ കൂടി റിബൺ ഇതേപോലെ വലിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റ് ആണത്. അങ്ങനെ ഫുള്ള് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ബാക്ക് വശത്തും പിന്നെ ഫ്രണ്ട് വശത്തും ഒട്ടിക്കാനായിട്ട് മറന്നു പോകരുത്. ഒട്ടിച്ചില്ലെങ്കിൽ പിന്നെ തഴിഞ്ഞു പോകും. ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയോ കുറവുണ്ടെന്ന് തോന്നിയിട്ട് ഞാനൊരു സ്റ്റാർ കൂടി വരച്ചു കൊടുത്തു. ശരിക്കും ഗോൾഡൻ കളർ വെച്ച് ചെയ്താലായിരുന്നു കുറച്ചുകൂടി ഭംഗിയെന്ന് തോന്നണം. എൻ്റെ ഗോൾഡൻ കളർ ഉണ്ടായിരുന്നില്ല, എൻ്റെ ആകെ ഉണ്ടായിരുന്നത് സിൽവർ കളറാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ സിൽവർ വെച്ച് ചെയ്തത്. പിന്നെ അതായത് ഇതേപോലെ മെറി ക്രിസ്മസ് എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കാർഡ് ഉണ്ടാക്കിയിട്ട് വീട്ടിലുള്ളവർക്ക് കൊടുക്കാനൊന്നും മറന്നു വേണ്ട. ഒരു സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും കൂടി മറക്കണ്ട.